ആ കസേര എടുത്ത് അങ്ങോട്ടും ഇതാ അവിടെ. ആ സാമൂല് വിശേഷങ്ങളൊന്നും സാമൂല് അറിഞ്ഞില്ല അല്ലേ? ഇടോ എനിക്ക് നാട്ടിലേക്ക് മാറ്റമായി. വെറും മാറ്റമല്ല, പ്രമോഷനോട് കൂടിയ സ്ഥലം മാറ്റം. തൻ്റെ ഒപ്പം നിന്നതിന് കുഞ്ചറിയ എനിക്ക് തന്ന സമ്മാനം. ഓർഡർ കൈ കിട്ടിയിട്ട് ഒരാഴ്ചയായി. ആരോടും പറയാതെ ചില ശ്രമങ്ങൾ നടത്തി നോക്കും, പറ്റിയില്ല. പെരുവഴിയിൽ കാക്കത്തണല് പോലും ഇല്ലാതെ തനിച്ചാക്കിയിട്ട് ഞാൻ പോവുക. പക്ഷേ താൻ തോക്കരുത്. പെൺമക്കളുള്ള മുഴുവൻ അച്ഛന്മാരുടെയും പ്രാർത്ഥന തനിക്കുണ്ടാവും. ഗതികേട് കൊണ്ടാടൂ, ഇല്ലെങ്കിൽ പുല്ലുപോലി ഉദ്യോഗം വലിച്ചെറിഞ്ഞ് തൻ്റെ ഒപ്പം ഞാനും വന്നേനെ. കഷ്ടപ്പാടിൻ്റെ ഉറക്കമില്ലായ്മയുടെയും കാര്യത്തിൽ നമ്മുടെ കൂടെ പുറപ്പെടുക. എണ്ണിച്ചുട്ട അപ്പം പോലെ ശമ്പളം വാങ്ങിക്കുന്ന സർക്കാർ ജീവനക്കാർ. എടോ, മക്കളോട് പറയണം യാത്ര പറയാൻ ശേഖരണങ്ങൾ വരില്ല. എല്ലാത്തിനെ കൊല്ലും. എന്താ പപ്പ ഇത്? നിനക്ക് എന്തിനായിരിക്കും പെൺമക്കളായി ജനിച്ചത്? ചകുരി പോലെ ഇരിക്കുന്ന. ഓ, പറയുന്ന ആടൊരു സുന്ദരി കോത. കുറച്ച് മുടി ഉണ്ടായെന്നുള്ളത് വലിയ കാര്യമൊന്നുമല്ല. മുടി വളരുന്ന തലയ്ക്കകത്തോടെ വല്ലതും കാണണം. നിനക്കകത്ത് പുറത്തൊന്നും ഇല്ലല്ലോ. വേഗം ആട്ടെ മോളെ, വണ്ടി പോകും. ഇല്ല പപ്പാ, മണി 8 ആവുന്നേ ഉള്ളൂ. ആഹാ, നീ ഇത് കഴിച്ചില്ലേ? അയ്യോ, എനിക്കത് വേണ്ട. അത് കഴിച്ചാൽ എനിക്ക് ഓക്കാനം വരും. അങ്ങനെ പറഞ്ഞ പറ്റില്ലല്ലോ. ഓർമ്മയ്ക്കും ശക്തിക്കും ചന്ദൂസ് ബ്രഹ്മി. എനിക്ക് വേണ്ട. വേണ്ട പപ്പ, പ്ലീസ്. ആ, നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് കിട്ടുമെന്നല്ലേ പറഞ്ഞത്? കഴിഞ്ഞ 2 വട്ടവും ഫിസിക്കൽ സയൻസിനാണ് നീ കൂടുതൽ മാർക്ക് വാങ്ങിച്ചത്. ഇത്തവണത്തെയും കൂടി നോക്കിയിട്ട് വേണം എൻട്രൻസിന് ഏത് കോച്ചിങ്ങിനാ പോവേണ്ടെന്ന് തീരുമാനിക്കാൻ. ഇന്ന് കിട്ടുമായിരിക്കും പപ്പ. റാങ്ക് ഉണ്ടാവില്ല മോളെ. ടാങ്ക് ആയിരിക്കും. നീ പോടി അവിടുന്ന് കൂശുമ്പി. ലിസമോക്ക് ഇത്തവണ ഹൈ ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവും ഇല്ലേ മോളെ? ഇല്ലെങ്കിൽ മോളുടെ പപ്പനെ പിന്നെ കാണില്ല. ലിസമോക്കറിയില്ലേ, പപ്പ ഈ കഷ്ടപ്പെടുന്നതെല്ലാം ഈ ഒരു പ്രതീക്ഷയില. ആ പ്രതീക്ഷ തെറ്റിയാ പിന്നെ
ഞാൻ പോട്ടെ പപ്പ, ബസ്സിന് സമയമായി. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, റാങ്ക് വാങ്ങിച്ച ഐസ്ക്രീമും എറണാകുളം ട്രിപ്പും. സൗമിനി നിക്ക്, ഞാനും വരുന്നു. ഒന്ന് വേഗം വാടി, വരുമല്ലേ? ബസ് ഇപ്പൊ പോവും. മലയാള നോവലിന്റെ കുലപതികളായ ഒ ചന്തുമേനോന്റെയും സി വി രാമൻ പിള്ളയുടെയും ഗദ്യത്തെപ്പറ്റി പറയുമ്പോൾ ഒ ചന്തുമേനോൻ ഒരു തനി മലയാളക്കാരനും സി വി പ്രൗഢ സംസ്കൃതക്കാരനുമാണെന്ന് ഒഴുക്കനായി പറഞ്ഞു പോകാറുണ്ട്. രണ്ട് നിരീക്ഷണങ്ങളും അർദ്ധസത്യങ്ങളാണ്. ചന്തുമേനോന്റെ പക്കൽ വേണ്ടുവോളം സംസ്കൃതവും സി വിയുടെ കൈവശം വേണ്ടുവോളം മലയാളവും ഉണ്ടായിരുന്നു. യെസ്, ജിത്തു ഫിലിപ്പ്, ലിസമ സാമുവൽ, രണ്ടുപേരും പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് ചെല്ലൂ. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഞാൻ കണ്ടു. എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ രണ്ടുപേരെയും എക്സാമിനിരുത്തുന്ന പ്രശ്നമില്ല. ബിലോ 80% ഉള്ളവരെ ഫൈനൽ എക്സാമിന് അപ്പിയർ ചെയ്യിക്കേണ്ടെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ സ്ട്രോങ് ഡിസിഷൻ. അതുകൊണ്ട് ഒരു വർഷം നഷ്ടമാകാതിരിക്കണമെങ്കിൽ പേരൻസിനെ വിളിച്ചുകൊണ്ട് വന്ന് TC വാങ്ങി മറ്റേതെങ്കിലും സ്കൂളിലേക്ക് ഉടനെ തന്നെ മാറണം. കഴിഞ്ഞ 10 വർഷം തുടർച്ചയായി 100% ഡിസ്റ്റിങ്ഷൻ വാങ്ങിക്കുന്ന സ്കൂളായത്. നിങ്ങൾ പഠിക്കാൻ മോശക്കാരല്ല, പക്ഷെ പഠിക്കുന്നില്ല. വേണ്ട, നിങ്ങളെ പോലെയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ ഈ നാട്ടിൽ ധാരാളം സ്കൂളുകളുണ്ട്. അവിടേക്ക് പോയിക്കോളൂ. വെറുതെ എന്തിനാ നല്ലൊരു സ്ഥാപനത്തിന് നിങ്ങളായിട്ട് ചീത്തപ്പേരുണ്ടാക്കുന്നേ? മറ്റേ സെന്റ് തോമസിലെ പാർട്ടി എവിടെ? അവിടെ വിളിക്ക്, വിളിച്ചു കേൾക്കുന്നേ. ചെന്ന് വിളിക്ക്. സമയം ഇത്രയല്ലോ, കൊച്ചിനൊന്നും സ്കൂളില്ലായിരുന്നു. എന്നാ പറ്റി? വീട്ടിൽ നിന്ന് കയറി വെച്ച് പോന്നതാ? എന്നെ എന്നതാ പിണഞ്ഞത്? സ്കൂളിൽ പ്രശ്നം വല്ലതും ഉണ്ടോ? ആൾക്കാർ കാണുന്നു പറയാതെ. ഈ സമയം നമ്മളെ അറിയാവുന്ന ആൾക്കാരാണ് ഇവിടെ മൊത്തം. നീ ഒരു കാര്യം ചെയ്യ്, വണ്ടിയിലോട്ട് കയറി. എന്നാ പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം. നീ വാ, പറയുന്ന കേക്ക് പെണ്ണേ. ഇസമ്മേ, നീ പേടിക്കാതെ. ഇന്നൊരു ദിവസം മാറി ഇന്നാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. വീട്ടിലെത്തിയില്ല എന്നറിയുമ്പോൾ നിന്നെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ട പ്രിൻസിപ്പൾ മുട്ട് പിടിച്ച് മൂത്രം ഒഴിച്ചോണ്ട് വന്ന് നിന്നെ പരീക്ഷയ്ക്ക് ഇരുത്താൻ സമ്മതിക്കും. പിന്നെ നിന്റെ പപ്പ മാർക്ക് കുറഞ്ഞാലും വേണ്ടില്ല, എന്റെ കൊച്ചിനെ ഒന്ന് കണ്ടാ മതി എന്ന് പറഞ്ഞ് പരക്കം പായി. അയ്യോ വേണ്ട വേണ്ട, എന്റെ പപ്പ പാവാ. എന്റെ ലിസമ്മേ, അതിന് നമ്മളിങ്ങും പോകുന്നില്ലല്ലോ. ഒരു വരട്ട്, ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ഇല്ലാതെ ഈ പ്രശ്നമായിട്ട് വീട്ടിലോട്ട് ചെന്നാ എന്താവും ഗതി? ഇന്നൊരു 8-9 മണിയാകുമ്പോഴേക്ക് എല്ലാം ഒന്ന് കലങ്ങി തെളിയും. മാർക്ക് കുറഞ്ഞൊരു പ്രശ്നമല്ല എന്ന് പ്രിൻസിപ്പാളും നിന്റെ പപ്പായും ഒരേ സ്വരത്തിൽ പറയും. മണിയപ്പാ, വണ്ടി ഇറ. എടാ മണിയപ്പാ, എടാ എണ്ണീരടാ, നേരം എടുത്തുന്നു. പോത്ത് പോലെ കിടന്ന് ഉറങ്ങുവാ. കണ്ണടച്ചുള്ളൂ. അതെ, ഞാനങ്ങോട്ട് പോവാ. പെണ്ണിന് സംശയമൊന്നുമില്ലല്ലോ? ഏയ്, കാശ് വല്ലതും വേണ്ടി വന്നാ നീ എന്റെ പുതിയ BSNL നമ്പറിലോട്ട് വിളിച്ചാൽ മതി. ആവശ്യം വരും, ഒരു 10,000 തന്നിട്ട് പോകും. അപ്പൊ ഇന്നലെ തന്ന 25? ആ പെണ്ണിന്റെ മട്ടിൻ രീതി കണ്ട ജോർജ് കുട്ടി MBD അലവാവുന്നാ തോന്നുന്നു. ടോമിച്ച പറഞ്ഞിട്ട് പെട്ടെന്ന് മുങ്ങിക്കോ.
ലിസമ്മേ, ഞാൻ നാട്ടിൽ വരെ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചേച്ച് വരാം. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ മണിയപ്പൻ റൂം നമ്പർ 203 എന്തിനാടി പെണ്ണെ നീ ഇങ്ങനെ പേടിക്കുന്നേ? ഇങ്ങനൊരു പേടിപ്പാർട്ടി. ഭക്ഷണമൊക്കെ കഴിച്ച് മിടുക്കി കുട്ടിയായിട്ടിരിക്കെ. ഞാനിപ്പോൾ ഇങ്ങ് വരില്ലേ? പീരുമേട് ലിസാവില്ലയിൽ സാമുവൽ മകൾ ട്രീസ സാമുവൽ. ട്രീസ ഇപ്പൊ താമസിക്കുന്നത് ഭർത്താവിനോടൊപ്പം അയാളുടെ വീട്ടിലാണോ അതോ സ്വന്തം വീട്ടിലാണോ? സ്വന്തം വീട്ടിൽ. ഭർത്താവ് ജോണിക്കുട്ടി വന്ന് വിളിച്ചപ്പോ അയാളോടൊപ്പം പോകില്ല എന്ന് ശടിച്ചതുകൊണ്ടല്ലേ നിങ്ങൾ തമ്മിൽ പിണങ്ങേണ്ടി വന്നതും കുട്ടിക്ക് വേണ്ടി ഇപ്പൊ കോടതിയെ സമീപിക്കേണ്ടി വന്നതും അല്ലേ? അതെ യുവർ ഓണർ, എന്റെ കക്ഷിയുടെ ഭാര്യയുടെ അനുജത്തി ലിസമ്മ സാമുവൽ കുപ്രസിദ്ധയായ ഒരു പെൺകുട്ടിയാണെന്ന് പറയേണ്ടതില്ലല്ലോ. വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കൂടെ തന്റെ കുഞ്ഞ് താമസിക്കരുതെന്നും വളരരുതെന്നും ഏതൊരു അച്ഛനും ആഗ്രഹിച്ചു പോകും. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം ബാല്യകാലത്ത് ഇടപഴകുന്ന വ്യക്തികളെയും സാഹചര്യത്തെയും ആശ്രയിച്ചിരിക്കുമെന്നാണല്ലോ. അതുകൊണ്ട് തിരിച്ചറിവിന് പ്രായമാകാത്ത ആ കുട്ടിയുടെ ഭാവി കണക്കിലെടുത്ത് കുട്ടിയുടെ സംരക്ഷണ ചുമതല എന്റെ കക്ഷിയായ ജോണിക്കുട്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് ദയവുണ്ടാകണം. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇടുക്കി പൈനാവ് നെഞ്ചിടക്കയിൽ ജോണിക്കുട്ടി ജോർജ് കൊടുത്ത ഗാർഡിയൻ ആൻഡ് വാർഡ് ഒ പി പ്രകാരം കുട്ടിയെ കുട്ടിയുടെ അച്ഛനായ ജോണിക്കുട്ടി ജോർജിന് വിട്ടുകൊടുക്കാനാണ് കോടതി വിധി. നിങ്ങൾ സഹകരിക്കണം. വാ മോള് വാ. പോയൊരു പെണ്ണ് ജീവിക്കുന്ന വീടായത് ഇവിടെ കഴിഞ്ഞ നിന്റെ കൊച്ചും പഴച്ചു. നിന്റെ കുഞ്ഞു പിഴയാളാതിരിക്കാൻ കോടതി കാണിച്ച സന്മനസ്സായി വിധി. കരയല്ലേ മോളെ, കരയല്ലേ മോളെ, കരയല്ലേ മോളെ, കരയല്ലേ മോളെ.